ഹലോ ഗൈസ്, ഇന്ന് രാവിലെയാണ് നമ്മൾ ആഗ്രയിലെത്തിയത്. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ ദിവസം. ഫുഡും കഴിച്ച് വേഗം റെഡിയായി നേരെ പോയത് താജ്മഹൽ കാണാനാണ്. രാവിലെ നേരത്തെ വന്നാൽ ഇവിടെയൊക്കെ തിരക്കില്ലാതെ ഇരിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്കിയിട്ട് നല്ല തിരക്കുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് പറഞ്ഞ പോലെ തന്നെ അന്യായ തിരക്കായിരുന്നു ഉള്ളിൽ. ഒട്ടുമിക്ക ആൾക്കാർക്കും താജ്മഹലിനെ കുറിച്ച് അറിയായിരിക്കും. പക്ഷെ ഞാൻ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. താജ്മഹൽ പകല് മുഴുവൻ പല നിറങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുക. രാവിലെ പിങ്ക്, പകല് വെള്ള, രാത്രി സ്വർണ്ണ. പിന്നെ 20,000 തൊഴിലാളികൾ 22 വർഷം കൊണ്ടാണ് ഇത് പണിതത്. പിന്നെ വേറൊന്നും കൂടിയുണ്ട്. താജ്മഹലിന്റെ പണി കഴിഞ്ഞപ്പോൾ തൊഴിലാളികളുടെ കൈ വെട്ടിമാറ്റി എന്നൊക്കെ പറയുന്ന ഒരു കഥ കൂടിയുണ്ട്. പക്ഷെ അതൊരു മിത്താണ്. താജ്മഹലിന്റെ താഴെ രഹസ്യ അറകളുണ്ട്. പക്ഷെ അതൊന്നും ആരും തുറക്കാറില്ല. പിന്നെ താജ്മഹൽ ശരിക്കും ഡൽഹിയിലല്ല, മധ്യപ്രദേശിലെ ബർഹാൻപൂരിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാർബിൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആഗ്രയിൽ പണിഞ്ഞത്. താജ്മഹലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒഴുകുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് യമുന നദി. പിന്നെ താജ്മഹലിന്റെ മരത്തൂണുകൾ നശിക്കാതിരിക്കാനുള്ള കാരണമാണ് യമുന നദി എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മളെല്ലാവരെയും കൂട്ടി ആഗ്ര ക്യാൻറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ ഇറങ്ങുമ്പോൾ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ രാവിലെ 8:30ക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. നമ്മൾ ആഗ്രയിൽ നിന്ന് നേരെ കോഴിക്കോടേക്കാണ് പോകുന്നത്. പിന്നെ പോകുമ്പോൾ പിള്ളേരുടെ സീറ്റ് ഒരുമിച്ചും ഞാൻ പിന്നെ സെപ്പറേറ്റ് ഒരു സീറ്റിലുമായിരുന്നു. അതുകൊണ്ട് എന്റെ ബാഗും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രെയിനിൽ കുറെ ഉറങ്ങി. പിന്നെ കുറെ നേരം ഇങ്ങനെ പുറത്തു വന്നു. ചില സ്ഥലങ്ങളിലെ കാഴ്ചയെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിൽ കൂടെയാണ് പോണ പോലെയൊക്കെ നമുക്ക് തോന്നുക. പക്ഷെ ഇതൊന്നും നെൽപ്പാടങ്ങളല്ല, ഫുള്ള് വേറെ കടല കൃഷിയും മറ്റെന്തൊക്കെയോ. ട്രെയിനിൽ നിന്നുള്ള ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കി. ചായയും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. 2 ദിവസമാണ് നമുക്ക് ട്രെയിനിൽ ഇരിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ പുലർച്ചെയായിരിക്കും നമ്മൾ കോഴിക്കോട് എത്തും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കാഴ്ചകളുടെ ഭംഗി വീണ്ടും കൂടി. സൂര്യനൊക്കെ ഓറഞ്ച് കളറായിട്ടാണ് കാണും. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നു. ഇത് പിന്നെ അതിന്റെ അടുത്ത ദിവസമാണ്. രാവിലെ എണിക്കാൻ തന്നെ വൈകി. ട്രെയിൻ എവിടെയോ നിർത്തിയിട്ടിരിക്കുകയാണ്. ഏതൊരു ബംഗാളി അതിന്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഉറക്കമില്ലാത്ത കാരണം ഞാനിപ്പോൾ എണിച്ച് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വടകര പിന്നെ കോഴിക്കോട് എത്തുന്നവരെ ഉറക്കമൊന്നുമില്ല. അവിടെ നിന്ന് കോഴിക്കോട് ഇറങ്ങി പിന്നെ ഒരു ഓട്ടോയും പിടിച്ചു. നേരെ പോയത് KSRTC സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്ന് ഭാഗ്യത്തിന് സൂപ്പർ ഫാസ്റ്റ് KSRTCയും കിട്ടി. അതാകുമ്പോൾ വേഗം വീടെത്തുമല്ലോ. ബസ്സിൽ കയറിയപ്പോൾ നല്ല ഉറക്കവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.